വിവിധ യോഗ്യതയുള്ളവർക്ക് തൊഴിൽമേള വഴി ജോലി അവസരമുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജ്ഞാന കേരളവും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രാദേശിക തൊഴിൽമേളയാണ്. തിരുവല്ലയിൽ വെച്ചിട്ടാണ് തൊഴിൽമേള നടക്കുന്നത്. തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജിലാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ഡേറ്റ് ജൂൺ 24 ഇതിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലാണ് ജോലി വരുന്നത്. തസ്തികകൾ വരുന്നത് ഓർഡർ ടേക്കിംഗ് സ്റ്റാഫ്. കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട്. HPC ആണ് വരുന്നത്. ജോബ് ലൊക്കേഷൻ ചങ്ങനാശ്ശേരി. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. മന്ത്ലി സാലറി 14,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 28 വയസ്സ് വരെ. ഫീൽഡ് വർക്ക് ആയിരിക്കും വരുന്നത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അടുത്തതും തിരുവല്ല മുനിസിപ്പാലിറ്റിയിലാണ്. തസ്തിക വരുന്നത് ഫാർമസിസ്റ്റ് ആണ്. TMM ഹോസ്പിറ്റലിലാണ് ജോലി വരുന്നത്. ജോബ് ലൊക്കേഷൻ തിരുവല്ലയാണ്. യോഗ്യത വേണ്ടത് ഡിഗ്രി. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 24,500 രൂപയാണ്. പ്രായപരിധി 40 വയസ്സ് വരെ. ഓഫീസ് വർക്കാണ്. 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പൊ ഇതിൽ ഞാൻ ഓരോ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന വേക്കൻസികളായിട്ട് പറയാം. തിരുവല്ല മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ സെയിൽസ് മാനേജർ ഉണ്ട്, ഡ്രൈവർ വരുന്നുണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്, ടെലികോളർ, അക്കൗണ്ടന്റ്, സ്റ്റാഫ് നേഴ്സ്, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, മെക്കാനിക് തുടങ്ങി ഒരുപാട് പോസ്റ്റുകൾ തന്നെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റുകളാണ് കൂടുതലുള്ളത്. BCom വിത്ത് ടാലി, BSc, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്. ഈ 10ാം ക്ലാസ് യോഗ്യതയുള്ളത് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് പോസ്റ്റില് HDFC ലൈഫ് ഇൻഷുറൻസിലാണ് ജോലി വരുന്നത്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 28,000 രൂപയാണ്. ഫീസ് പ്ലസ് ഫീൽഡ് വർക്കാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് വേണ്ട. +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SBI ലൈഫ് ഇൻഷുറൻസിലാണ് +2 യോഗ്യതയുള്ളവർക്ക് അവസരമുള്ളത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. BSc അല്ലെങ്കിൽ ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അടുത്തത് മല്ലപ്പള്ളി ബ്ലോക്കിലാണ് വേക്കൻസി ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിലും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് +2 യോഗ്യത മാത്രം മതി. ഫീമെയിൽസിന് മാത്രമാണ്. ശമ്പളം ലഭിക്കുന്നത് 15,300 രൂപ. വേക്കൻസി പ്രായപരിധി 40 വയസ്സാണ്. ഓഫീസ് വർക്കാണ്. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അടുത്തത് ടൈലറിംഗ് ടീച്ചർ, ടൈലർ. ഇതൊക്കെ തയ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസികളാണ്. ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ. സെയിൽസ്, മെക്കാനിക്കൽ അസിസ്റ്റന്റ്, സർവീസ് അഡ്വൈസർ. ഇത്രയാണ് മല്ലപ്പള്ളി ബ്ലോക്കിൽ വരുന്നത്. പിന്നീട് പുളിക്കീഴ് ബ്ലോക്ക് വരുന്നുണ്ട്. അവിടെയും ഒരുപാട് വേക്കൻസി ഉണ്ട്. പുളിമൂട്ടിൽ സിലിക്സിലൊക്കെ വേക്കൻസി വരുന്നുണ്ട്. ബില്ലിംഗ് സ്റ്റാഫ്, ഡെലിവറി, ഷോറൂം, എക്സിക്യൂട്ടീവ് തസ്തികയിലൊക്കെ വേക്കൻസി ഉണ്ട്. +2 യോഗ്യത മാത്രം മതി. ഫീമെയിൽസിന് മാത്രമേ അവസരമുള്ളൂ. 13,000 രൂപ, 15,300 രൂപ, 17,000 രൂപയ്ക്കാണ് ശമ്പളം ലഭിക്കുന്നത്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. +2 ഒക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ ലോക്കലായിട്ട് തന്നെ ജോലി അവസരമാണ് ഉള്ളത്. കോന്നി ബ്ലോക്കിൽ വേക്കൻസി ഉണ്ട്. കോന്നി ബ്ലോക്കിൽ വേക്കൻസി വരുന്നത് ടെലികോളർ ആണ്. ഓൾ ഓവർ കേരള ഉണ്ട്. ബാംഗ്ലൂരും വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി 25 മുതൽ 50 വയസ്സ് വരെയാണ്. ശമ്പളം ലഭിക്കുന്നത് 15,000 രൂപ. ഈ തസ്തികയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പിന്നീട് ഇലന്തൂർ ബ്ലോക്ക്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, കോന്നി ബ്ലോക്ക്, റാന്നി ബ്ലോക്ക്, അടൂർ മുനിസിപ്പാലിറ്റി, പറക്കോട് ബ്ലോക്ക്, ഇങ്ങനെയൊക്കെയാണ് വേക്കൻസി വരുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് ഒരുപാട് വേക്കൻസി ഉള്ളത്. ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും വേക്കൻസി ഉണ്ട്. BCom ഉള്ളവർക്ക് വേക്കൻസി ഉണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട്. അതായത് വിവിധ യോഗ്യത അനുസരിച്ച് എക്സ്പീരിയൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് അതുവഴി
നിങ്ങളുടെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസികൾ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രാദേശികമായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് നല്ല വേക്കൻസികളാണ് ഈ തൊഴിൽ മേള വഴി ലഭിക്കുന്നത്. തൊഴിൽ മേളയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടാണ് പോകേണ്ടത്. ഗൂഗിൾ ഫോമാണ് ഇത് ഫില്ല് ചെയ്യണം. ഈ ഫോമിന് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി ഞാനിപ്പോൾ കാണിച്ച ആ ഒരു PDF-ലേക്ക് എത്താൻ പറ്റും. വേക്കൻസി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു PDF-ലേക്ക് എത്താൻ പറ്റും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇതാണ് വേക്കൻസി ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. നല്ലൊരു അവസരമാണ്. അപ്പോൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് പങ്കെടുക്കാം. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡേറ്റ് മറക്കണ്ട, ജൂൺ 24 ലൊക്കേഷൻ തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജിലാണ്. താല്പര്യമുള്ളവർ തൊഴിൽ മേളയിൽ പങ്കെടുക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി.